എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വലിയ മാറ്റങ്ങളാണ് വരുന്നത്. വിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. സ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം അവസാനിക്കുകയാണ്. മെയ് മാസത്തെ റേഷൻ ഏപ്രിൽ 4 മുതൽ ആരംഭിച്ചിരുന്നു എങ്കിലും മെയ് 30-ാം തീയതി വരെ വാങ്ങാൻ അവസരമുണ്ട്. അപ്പോൾ 6-ാം തീയതിയും റേഷൻ കട അവധിയാണ്. റേഷൻ കാർഡുള്ള ആളുകളും ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മെയ് 1 മുതൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. റേഷൻ കാർഡുള്ളവർക്കും ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്കുമുള്ള മെയ് 1-ാം തീയതി മുതലുള്ള അറിയിപ്പാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യം റേഷന്റെ കാര്യമാണ്. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം മെയ് 5-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. നേരത്തെ 2 മാസത്തെ റേഷൻ ഏപ്രിൽ 4 മുതൽ ആരംഭിച്ചിരുന്നു. ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും റേഷനാണ് അങ്ങനെ ആരംഭിച്ചിരുന്നത്. അന്ന് പറഞ്ഞിരുന്നത് മെയ് 30 വരെ വാങ്ങാനുള്ള അവസരം ഉണ്ടാകും എന്നാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസത്തെ റേഷൻ മെയ് 5-ന് അവസാനിക്കും എന്നാണ്. മെയ് 1-ാം തീയതി ലോക തൊഴിലാളി ദിനം ആയതുകൊണ്ട് തന്നെ റേഷൻ കട അവധിയായിരിക്കും. പിന്നീട് ശനിയാഴ്ചയും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ മെയ് മാസത്തെ റേഷനും വാങ്ങാൻ സാധിക്കുന്നത് തന്നെയാണ്. 5-ാം തീയതി വരെ 2 മാസത്തേത് ഒരുമിച്ച് വാങ്ങാവുന്നതാണ്. മെയ് 6-ാം തീയതി മെയ് മാസത്തെ ആദ്യ പ്രവൃത്തി ദിവസം എന്നുള്ള നിലക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം മെയ് 7-ാം തീയതി മുതൽ പിന്നെ 1 മാസത്തെ റേഷൻ, അതായത് മെയ് മാസത്തെ റേഷൻ മാത്രമാണ് ലഭിക്കുക. മെയ് 30-ാം തീയതി വരെ മെയ് മാസത്തെ റേഷൻ മാത്രം വാങ്ങാൻ കഴിയുന്നതാണ്. മെയ് 2-ാം തീയതിയും 4-ാം തീയതിയും 5-ാം തീയതിയും 2 മാസത്തെ റേഷൻ, അതായത് ഏപ്രിൽ മാസത്തേതും മെയ് മാസത്തേതും വാങ്ങാം. അത് കഴിഞ്ഞാൽ 6-ാം തീയതി റേഷൻ കട അവധിയാണ്. 7-ാം തീയതി മുതൽ പിന്നെ മെയ് മാസത്തെ റേഷൻ മാത്രമായിരിക്കും ലഭിക്കുക എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. എന്തെല്ലാം ലഭിക്കും എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തെ റേഷൻ വാങ്ങാത്തവർക്ക് മാത്രമായിരിക്കും മെയ് മാസം റേഷൻ ലഭിക്കുക. അല്ലാത്തവർക്ക് കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മാസം റേഷൻ വാങ്ങിയിട്ടുള്ള 2 മാസത്തേത് വാങ്ങിയിട്ടുള്ളവർക്ക് മെയ് മാസത്തിൽ റേഷൻ ലഭിക്കുന്നതല്ല. ഇനി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് മെയ് മാസം മുതൽ വലിയ മാറ്റങ്ങളാണ് വരുന്നത്. ബുക്കിംഗ് രീതിയിൽ മാറ്റം വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് മണിക്കൂറുകൾക്കകം പാചകവാതക വിലയിൽ റെക്കോർഡ് വർധനവ് വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും പൊതുമേഖലാ എണ്ണ കമ്പനികളും. 993 രൂപയാണ് ഒറ്റയടിക്ക് വാണിജ്യ സിലിണ്ടറിന് വർദ്ധിച്ചത്. ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3071 രൂപ 50 പൈസയും മുംബൈയിൽ 3024 രൂപയുമായി ഉയർന്നു. വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം തൂക്കം വരുന്ന ഗാർഹിക സിലിണ്ടറിനും പെട്രോൾ ഡീസൽ വിലയ്ക്കും തൽക്കാലം വർധനവ് വരുത്തിയിട്ടില്ല എന്ന് ആശ്വസിക്കാം. പക്ഷേ ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് വില കൂടും, അതിൽ യാതൊരു സംശയവും ഇല്ല. 1500-ന് അല്ലെങ്കിൽ 1600-നൊക്കെ ലഭിച്ചിരുന്നതാണ് 3000-ന് മുകളിലേക്ക് സിലിണ്ടർ വില എത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഇത്തരം ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾക്ക്, ഹോട്ടൽ, കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള തട്ടുകടകളെല്ലാം നടത്തുന്ന ആളുകൾക്ക് അത് വലിയ തിരിച്ചടിയാകും. അവർക്ക് മാത്രമല്ല, സ്വാഭാവികമായിട്ടും അവർ വില വർദ്ധിപ്പിക്കും. സാധാരണക്കാരാണ് ചെറിയ കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അവർക്ക് പോലും ഇതിൻ്റെ വില വർധനവ് ബാധകമാകും എന്നുള്ളത് ഉറപ്പാണ്. നിലവിലെ സാഹചര്യം തന്നെ സിലിണ്ടർ കിട്ടാത്തത് കൊണ്ട് തന്നെ പല ഹോട്ടലുകളും ഭാഗികമായിട്ടെങ്കിലും അടച്ചുപൂട്ടിയ സ്ഥിതിയുണ്ട്. ഇതുകൂടി ആകുമ്പോൾ അത് വലിയ ഇരുട്ടടിയാണ് വരുന്നത്. പാചകവാതകം ഉപയോഗിക്കുന്നവർക്ക് ഇന്ന് 2026 മെയ് 1 മുതൽ ശ്രദ്ധിക്കേണ്ട മാറ്റങ്ങളും അറിയിപ്പുകളുമാണ് ഇനി പറയുന്നത്. ബുക്കിംഗ് ഇടവേളകളിൽ മാറ്റം ഉണ്ടായേക്കാം. പുതിയ പരിഷ്കാരം അനുസരിച്ച് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ നിലവിൽ ഓരോ ബുക്കിങ്ങിനും 25 ദിവസം കാത്തിരിക്കണം. നേരത്തെ ഇത് 21 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 2 സിലിണ്ടർ കണക്ഷൻ ഉള്ളവർക്ക് 1 സിലിണ്ടർ വാങ്ങി അടുത്ത ബുക്ക് ചെയ്യാൻ 35 ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ മാറ്റമായി വരുന്നത്. മറ്റൊന്ന്, OTP അധിഷ്ഠിത ഡെലിവറിയാണ് വരാൻ പോകുന്നത്. സിലിണ്ടർ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാൻ ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് DAC അഥവാ OTP സംവിധാനം മെയ് 1 മുതൽ കൂടുതൽ കർശനമാക്കും. നിലവിൽ ഇത് ഉണ്ട് എങ്കിലും കർശനമല്ല. ഗ്യാസ് എത്തുമ്പോൾ രജിസ്റ്റർ ചെയ്ത
മൊബൈലിലേക്ക് വരുന്ന OTP നൽകിയാൽ മാത്രമേ ഇനി സിലിണ്ടറുകൾ ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന് eKYC ആണ്. eKYC നിർബന്ധമാക്കും. മെയ് മാസം മുതൽ ആധാർ അധിഷ്ഠിത eKYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ബുക്കിംഗിൽ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സബ്സിഡി മുടങ്ങാതിരിക്കാൻ ഇത് വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് KYC ചെയ്യാത്തത് മൂലം മാർച്ചിന് ശേഷം സബ്സിഡി മുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം PNGയിലേക്ക് മാറുക എന്നുള്ളതാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കായി LPG സിലിണ്ടറുകൾക്ക് പകരം പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് PNG ഉപയോഗിക്കുന്നതിലേക്ക് മാറണം എന്നുള്ളതാണ് സർക്കാരിന്റെ അറിയിപ്പ്. PNG ലഭ്യമായ ഇടങ്ങളിൽ 3 മാസത്തിനകം മാറുന്നതിന് വേണ്ടി LPG ഗുണഭോക്താക്കൾക്ക് നോട്ടീസുകൾ അയക്കുകയോ അല്ലെങ്കിൽ ഫോണിലൂടെ സന്ദേശമായി അറിയിക്കുകയോ ചെയ്യും. ഈ അറിയിപ്പ് ലഭിച്ച് 3 മാസത്തിനകം PNGയിലേക്ക് മാറേണ്ടി വരും. PNG കണക്ഷൻ എടുത്താൽ 2 ആഴ്ചക്കകം LPG കണക്ഷനുകൾ സറണ്ടർ ചെയ്യുകയും വേണം. കൂടാതെ നിലവിൽ പൈപ്പ് ലൈൻ ഗ്യാസ് എടുത്തിട്ടുള്ള ആളുകളും 2 ആഴ്ചക്കകം തന്നെ LPG ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് സറണ്ടർ ചെയ്യണം എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് ഡയറക്ടറും ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇവർക്ക് പുതിയ LPG കണക്ഷനുകൾക്കായി അപേക്ഷിക്കാനും കഴിയില്ല. മാർച്ച് അവസാന വാരത്തിൽ പുറത്തിറക്കിയ സർക്കാർ ഉത്തരവിൽ കൂടുതൽ കർശനമായ വ്യവസ്ഥകളാണുള്ളത്. LPGയേക്കാൾ 40% വരെ ചിലവ് കുറവാണ് PNGക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ 14 കിലോഗ്രാം ഗ്യാസിന് 1000 രൂപയോളം നൽകേണ്ടി വരുന്നത് 700-ന് താഴെയായി വരും. മാത്രമല്ല സിലിണ്ടർ ഗ്യാസിനേക്കാൾ PNG ഗ്യാസ് അപകടരഹിതമാണ്. ഗ്യാസ് തീർന്നു പോകുമോ എന്ന ഭയം വേണ്ട. ബുക്കിംഗ് ചെയ്ത് സിലിണ്ടറിന് കാത്തിരിക്കുകയും വേണ്ട. ഒരു പ്രദേശത്ത് PNG സൗകര്യം ലഭ്യമായിട്ടും ആ വീട്ടുകാർ അതിലേക്ക് മാറിയിട്ടില്ല എങ്കിൽ 3 മാസത്തിന് ശേഷം അവർക്കുള്ള LPG വിതരണം പൂർണ്ണമായും നിർത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2026 മാർച്ച് മുതൽ ഏകദേശം 5.45 PNG കണക്ഷനുകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. 2.62 ലക്ഷം കണക്ഷനുകൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ കൂടുതൽ തയ്യാറായതോടെ ആകെ കണക്ഷനുകളുടെ എണ്ണം 8.01 ലക്ഷമായി ഉയർന്നു. ഏകദേശം 6,14,000 പുതിയ ഗുണഭോക്താക്കൾ കണക്ഷനുകൾക്കായി ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.